അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നും ഞാൻ പൊന്നിനെ കൊണ്ടാണ് വന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് എന്ത് ചെയ്യാമെന്ന് കണ്ടന്റ് ദാരിദ്ര്യം കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു പെപ്സി ചാലഞ്ച് ചെയ്താലോ. ഭയങ്കര ഗ്യാസല്ലേ, അപ്പൊ നമുക്ക് ഒറ്റയടി കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുറച്ചൊരു ആലോചിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് പിന്നെ നമുക്ക് ബ്രോസ്റ്റഡ് ചാലഞ്ച് ചെയ്താലോ. ഞാൻ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാനും പൊന്നോട് ഇതേപോലെ ഒന്നും ചെയ്തായിരുന്നു. എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല, അന്ന് ഇവന് കഴിക്കാൻ പറ്റുമായിരുന്നു. കാരണം അന്ന് ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു, ഞാൻ അങ്ങനെ ആഹാരം കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കും, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞങ്ങളൊരു 10 പീസ് എടുത്തിട്ടുണ്ട്. 12 പീസായിരുന്നു വാങ്ങിച്ചത്. പക്ഷെ ഒരു പീസ് അത്ത കഴിച്ചുകൊണ്ട് പിന്നെ ഓരോന്നോരോന്ന് കണക്ക് ശരിയാക്കി. അപ്പൊ ഒരു പീസ് അത്താക്ക് കൊടുത്താണോ, അത്താ കഴിക്കാൻ പാടില്ല, മുമ്പത്തെ കഴിച്ചാണ്. അപ്പൊ പിന്നെ 5 പീസ് എടുത്തിട്ടുണ്ട്. 2 കോൾസ്ലോ വാങ്ങിയിട്ടുണ്ട്, ഒരു പെപ്സി വാങ്ങിയിട്ടുണ്ട്. ശരിയാ, 7up വാങ്ങിയിട്ടുണ്ട്. പിന്നെ മയോണൈസ്, മറ്റണൈസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, സോസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പെപ്സിയിൽ ഉദ്ഘാടനം തുടങ്ങാം. ഭയങ്കര സൗണ്ട് കൂടുതൽ. അപ്പൊ നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കേട്ടോ. ഒന്ന്, 2, 3, 4, 5. അവനും 5 ഒരുപോലത്തെ കേട്ടോ. ഒരു ലെഗ്, ഒരു വിങ്, പിന്നെ 3 വലിയ പീസ്. അവനും ഒരു ലെഗ്, ഒരു വിങ്, 3 വലിയ പീസ്. അങ്ങനെ അടുത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ 2 കോൾസ്ലോ, പിന്നെ മയോണൈസ് ഒന്നും പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കുന്നില്ല, ഞങ്ങൾ ആ ഒരു ടൈമിൽ പൊട്ടിക്കുന്നേ ഉള്ളൂ. പിന്നെ വെള്ളം അതൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക ആര് ജയിക്കുമെന്ന്. എന്റെ ഭാഗത്തേക്ക് 2 പേര് കമന്റ് ചെയ്യണം കേട്ടോ. നിക്ക് ആക്രാൻ പാടില്ലടാ, ഈ ചായ ബാജിയും. ഓക്കെ റെഡി? 1, 2, 3 സ്റ്റാർട്ട്. പൊന്നു
തിന്നണേ, മൊത്തം തിന്നണേ. എന്നോട് ഞാൻ വാങ്ങി കഴിക്കണം. ഇതില്ലേ അഞ്ച് എടുത്തു കാണി ആദ്യം എടുത്തു കാണി. ഓ എന്റെ പൊന്നെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജയിച്ചു 1000 രൂപ. ഞാൻ എന്റെ ഇത്ര ഉണ്ടായിരുന്നു. ഇത് തിന്നതൊന്നും വൃത്തിയായിട്ടല്ല, ഞാൻ മൊത്തം വൃത്തിക്ക് അയച്ചത്. അങ്ങോട്ട് കാണിച്ചു കൊടു. അപ്പൊ എന്റെ ഇത്രയും തിന്നാൻ പറ്റത്തില്ലല്ലോ. നീ തിന്നായിരുന്നോ? നീ തിന്നായിരുന്നോ? എന്തേ? അയ്യോ എന്തോ ഇത് താത്തിലല്ല ഏതോ ഇറങ്ങിയിരിക്കുന്ന എന്തിയേ എന്റെ എന്തിയെ ഞാൻ കഴിച്ചേ. ഇതായിരുന്നു എന്റെ ഇതോ? ഒന്നും പറയണേ, ഞാൻ ജയിച്ചു. എനിക്ക് 1000 രൂപ തന്നാൽ ഇത് മേടിച്ചു തന്നില്ല. 1000 രൂപ. എന്നെ കൊണ്ട് സാധ്യത. ഞാൻ എന്തൊന്ന് എനിക്കൊന്ന് പറയാനുള്ള ശേഷി ത്രാണിയില്ല. ഇനി ഉമ്മ ചോറെടുത്ത് കഴിക്കുന്നു. കഴിക്കട്ടെ. ഇനി ചോറ് കഴിക്കാൻ പോകണം. കുറച്ച് കഴിയുമ്പോൾ ചോറ് കഴിക്കും. ഇവന്റെ വയസ്സിൽ വലിയൊരു 10,000 ഉണ്ട്. ചുമ്മാ ഞാൻ പോയി കിടക്കാം. ആ 10,000 ഒരുപാട് എലികളുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. പോകുന്ന ഫുഡ് എങ്ങോട്ടാന്ന് അറിയില്ല. പിന്നെയോ നീ പിന്നെ എങ്ങനെ ഈ പീസ് അവരെ കുടിക്കുന്നേ? കഷ്ടപ്പെട്ട് കുടിക്കണേട്ടാ. വേണോന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട്. ശരിയാ. നീ വയ്യ. എന്റെ വയറ്. ഞാൻ അന്ന് ബ്രോസ്റ്റ് കഴിക്കുന്ന ആസ്വദിച്ച് കഴിക്കാനുള്ളൊരു യോഗം ഉണ്ടായില്ല. ഇന്നും അതുപോലെ തന്നെ. ആദ്യമൊക്കെ ഞാൻ ഇച്ചിരി ആസ്വദിച്ചായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇവന്റെ പോക്കൊണ്ട് ഞാൻ ഫിയറായി പോയി ആസ്വദിക്കാൻ കഴിച്ചു. ഞാൻ പോയി കഴിയട്ടെ. ഇല്ലെങ്കിൽ എന്റെ കല്യാണം താമസിക്കും. ഓൾറെഡി 22 വയസ്സായി. പെട്ടെന്ന് കഴിയട്ടെ. ഇത് കണ്ടോ? ഇതെന്താ അറിയോ? എന്റെ ഗോസ്റ്റ് എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യാം. ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒരു ദിവസം. ഞാൻ അവിടെ കിടക്കുക. അതറിയാം. അതെന്തിനാ എന്നെ കൂടെ ഒന്ന് പേടിപ്പിച്ചിട്ട്. അപ്പൊ ശരി എന്നാ ഞാൻ ഒരുപാട് ക്ഷീണിച്ചു. ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഒരു ഫുഡ് ചലഞ്ച് ഉണ്ടായിരിക്കുന്ന എല്ലാം എനിക്ക് വയ്യ. ഞാൻ പിന്നെ ഇവരുടെ നിർബന്ധം ഫുഡ് ചലഞ്ച്. ഇനി എന്തെങ്കിലും ഇവൻ പറഞ്ഞു വരുന്നതിന് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഇനി ഒരു ഫുഡ് ചാലഞ്ച് ഇല്ല. ഇതോടെ ക്ലോസ് ആയി. വേറെ എന്തെങ്കിലും കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഹോം ടൂർ നമുക്ക് ചെയ്യാം. ഹോം ടൂർ ഞാൻ പരിഗണിച്ച് വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, നമുക്ക് അത് ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ. ഞാൻ പോട്ടെ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിലെ മണിയും കൂടെ തൊട്ടിട്ട് പോവാ. പിന്നെ വേറൊന്നും പറയില്ല. അപ്പൊ ഞങ്ങൾ പോട്ടെ. ടാറ്റാ. നീ ടാറ്റാ പറയടാ. പറ ടാറ്റാ.